ഹലാല് വളരെ നിർദോഷമാണ്, ഇസ്ലാമാണെന്നല്ലേ എന്ന് നമ്മുടെ ചോദ്യം. ജനൻ ടിവിയില് നമ്മൾ ഹലാൽ ചർച്ചയില് ഭക്ഷണത്തിൽ തുപ്പുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു. ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയിട്ടാണ്. എന്തൊരു മനുഷ്യ വിസർജനം നമ്മൾ കഴിക്കണം. നമ്മുടെ പണ്ഡിതന്മാര് വിശുദ്ധമായ ഖുർആന്റെ മന്ത്രോച്ചാരണങ്ങൾ അത് ജപിച്ച് അത് നൽകിയതിന്റെ പേരിൽ അത് ഭക്ഷണത്തിൽ തുപ്പലായി. ഭക്ഷണത്തിൽ തുപ്പുമ്പോഴാണ് ഭക്ഷണം ഹലാലാകുന്നത്. അങ്ങനെ തുപ്പൽ ബിരിയാണിയായി, തുപ്പൽ ജിഹാദായി. ഇതെന്തോ ഏട്ടാ? ആ സുരേഷിന്റെ തലയിലും തുപ്പിക്ക്. ഇതൊക്കെ നമ്മുടെ മഹത്തായ സംസ്കാരമാണ്. തുപ്പിക്കൊടു. രമേശിന് കിട്ടില്ലെങ്കിൽ രമേശിന്റെ തലയിലും തുപ്പിക്കേ. കഴിഞ്ഞല്ലോ. രമേശിന് കിട്ടിയാ? ഓക്കെ. ഇനി വത്സന്റെ തലയിൽ തുപ്പിക്കുക നന്നായിട്ട്. വത്സന്റെ തലയിൽ കറക്റ്റ്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടാത്തോണ്ടോ? ഈ തുപ്പൽ കിട്ടാത്ത ആരെങ്കിലും കടന്നു വരും. അരകലക്കി ചുട്ടപ്പം, അതിൽ വരും നെയ്യപ്പം, മധുരമുള്ള കനത്തപ്പം, തുപ്പൽ ചേർത്ത ഇടിയപ്പം, തിന്ന് ഇത് തിന്നെന്നും പറയുന്നുകൊണ്ട് മുക്കറ്റം തുപ്പിക്കണ പൊന്നമ്മായി, നല്ല പൊന്നാരമ്മായി. ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ? ഇതാണ് ചേട്ടാ അസല് തുപ്പൽ ജിഹാദ്. ജപിക്കുന്നതും മന്ത്രിക്കുന്നതും ഒക്കെ അറബ് നാട് കടന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന മ്ലേച്ഛമായ സംസ്കാരം. വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് വല്ലോന്റെ മുഖത്ത് തുപ്പല് നമ്മുടെ പുണ്യമായ സംസ്കാരം. സുരേഷേ കറക്കി വിട മോനെ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്. നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ.